ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ പണി 3-4 ദിവസം കൊണ്ട് വെൽഡിങ്ങിൻ്റെ പണിയോ മറ്റൊന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീട്ടിലൊരു പോളികാർബൺ അടിക്കാൻ വേണ്ടിയാണ്. പഞ്ചായത്ത് വീട്ടിൽ വീടാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അങ്ങോട്ട് പോളികാർബൺ ഇറക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ പ്രസ് അടിക്കുന്നത്. അതായത് ഇത് നമുക്ക് വേഗം പൊതിയാനാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഉത്തരം മാത്രമാണ് 4 ഗ്രാൻഡാക്കി നമ്മളിത് ഉത്തരം കയറ്റിയിട്ട് നമ്മൾ ഇതിനകത്ത് പോളികാർബൺ അടിച്ച് മറിക്കും. ഇവിടെ ഇതിൻ്റെ സ്ട്രക്ചർ മൊത്തം ഡബിളായിരിക്കും. അതായത് അവവും പൂർവ്വം പോളികാർബൺ ആയിരിക്കും. അതപ്പോൾ നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ കുറച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പണിയില്ലാത്തതുകൊണ്ട് ഞാനിപ്പം ഇന്നലെ പിന്നെ ഒരു ശകലം കട്ട ഉണ്ടായിരുന്നു, അത് ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ വെയിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കുള്ള പണി നാളെ പണി തുടങ്ങുന്നേ, പിന്നെ നമുക്ക് നാളെ ഒരു 2 ദിവസം കഴിഞ്ഞ് പണി തുടങ്ങുന്നതെന്ന് നമുക്ക് എങ്ങനെയാണെന്നറിയോ, പിന്നെ പണി മാത്രമായിരിക്കും. മറ്റുള്ള പണികൾ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് വീട്ടിലൊരു പണിയും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഉള്ള സമയം നമ്മൾ പാഴാക്കാതെ നമ്മൾ ഇതിൻ്റെ പണി ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ തൂണുകൾ അളവെടുത്ത് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പൈസ സെറ്റാകുന്ന സമയത്ത് സ്ട്രെച്ചർ ചെയ്യും. അത് തന്നെ എല്ലാം തേക്കാൻ കിടക്കുന്നു. തേച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഭിത്തിക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, പണിയില്ലെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ അതിങ്ങനെ ഇരുന്ന് വെറുതെ ഒരു ദിവസം കളയും. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മുടെ വീട്ടിലൊരു കല്ലുകെട്ട് അവിടെ മൊത്തം ഈടി കെട്ടിക്കും. നമ്മൾ വഴി ഉണ്ടാക്കാൻ വേണ്ടി ഈടി കെട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പണിയില്ല വന്ന സമയത്ത് ഈടി കെട്ടുക, രാത്രിയിൽ അത് പറഞ്ഞാലും കല്ലിയും വീടുക, അങ്ങനെയുള്ള പരികളില്ല. അപ്പോൾ ഞാനത് വീടിൻ്റെ പണി ഏകദേശം ഞങ്ങൾ തന്നെ ഇതെല്ലാം ചെയ്ത് അടിയിൽ നിന്ന് ഫില്ലർ എല്ലാം കെട്ടി അതിൻ്റെ വീഡിയോ എല്ലാം കിടപ്പുണ്ട്, അത് പിന്നെ വിടാം. അപ്പോൾ ഇതിൻ്റെ വീട് ചെയ്തത് 2 നിലയായിപ്പോയി. കാരണം ഒരു നില ഫില്ലർ മാത്രമായി, നമുക്കിപ്പോൾ കുഴിയിലായിപ്പോൾ ചരിഞ്ഞ പാറയും കുഴിയുമായിപ്പോൾ. അപ്പോൾ നമുക്ക് പഞ്ചായത്തിൻ്റെ പൈസകളൊന്നും തീരത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്നത്രയും പണി നമ്മൾ ചെയ്തു. നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മക്കളെ ഇവിടെ വീട്ടിൽ നമ്മുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടൻ്റെ മോനെ, അവൻ എൻ്റെ കൂടെ വെൽഡിങ്ങിന് വരും. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുപാട് പണി ചെയ്യുന്നു. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ശരിക്കും പണിഞ്ഞു. ഇതിൻ്റെ കോൺക്രീറ്റൊക്കെ കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ഇട്ടു. ഇതിൻ്റെ മണ്ടയ്ക്കായിട്ട് വരും. നമ്മാർ തന്നെ വേറെ മേശരിമാരെന്ന് പറഞ്ഞാൽ 2 മേശരിമാർ മാത്രമേ വന്നുള്ളൂ. മൈക്കാടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീം മാത്രമേ ഉള്ളായിരുന്നു, ഞങ്ങളുടെ കൂട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു പണിക്ക്. അങ്ങനെ ഇത്രയൊക്കെ ദൈവം സഹായിച്ച് ഇത്രയൊക്കെ ആയി. ഇന്നലെ സമയം കിട്ടിയപ്പോൾ ടാങ്കെല്ലാം മേളിൽ കയറ്റി, താഴെ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് മേളിൽ കയറ്റി ഇതെല്ലാം താൽക്കാലികമായിട്ട് വെച്ച് വെള്ളം കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും സ്ട്രെച്ചർ ഉള്ള വെയിലെന്ന് പറഞ്ഞാൽ ഇത് അങ്ങ് മാറ്റുക. ഇത് കഴിഞ്ഞിട്ട് തൂണിൻ്റെ പണി ഇന്നിപ്പം ഒരു ദിവസം കളയരുത്. ഒരു ദിവസം ചിലപ്പം നാളെ പള്ളിയിൽ പോകണം. നാളെ വന്നിട്ട് ഉള്ള ദിവസങ്ങളിൽ, പണിയില്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ പണി ഒരുപാടുണ്ട്. എനിക്ക് കല്ല് കെട്ടാനുണ്ട്, പിന്നെ എൻ്റെ വീട്ടിൽ വെൽഡിംഗ് ഉണ്ട്, കട്ട കെട്ടാനുണ്ട്. തേക്കാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ബുദ്ധിമുട്ട്. തേച്ച് ഞാൻ ഫിനിഷിങ് ആകത്തില്ല, അതുകൊണ്ട് മാത്രം തേക്കായിരിക്കും. അല്ലെങ്കിൽ നാളെ തേച്ചേനെ. എനിക്ക് നാളെ സൈഡ് തേക്കാനുള്ള പൊടിയുണ്ട്, പൊടിയൊക്കെ കിടപ്പുണ്ട്. സിമെൻറ്റ് എടുക്കാൻ നാളെ എടുക്കണം. അപ്പോൾ 2 പണിക്കാരെ 2 ബംഗാളികളെ വിളിച്ച് നാളെ തേപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം കാരണം നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഫിനിഷ് ആകത്തില്ല, അത് എത്ര ആയാലും. കട്ടക്കെട്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയും കട്ട കെട്ടിക്കളതാം. കട്ടകെട്ടും കാര്യങ്ങളെല്ലാം ബാക്കിയെല്ലാം കോൺക്രീറ്റ് ഇടിയിലും എല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ ഈ തേപ്പ് നമ്മൾ ചെയ്ത് വൃത്തിയായില്ലെങ്കിൽ അത് ശരിയാണ്. അതുകൊണ്ട് മാത്രം അത് പെൻഡിങ് വെച്ചേക്കുക. അപ്പോൾ നാളെ 2 പേരെ വിളിക്കും, 2 പേരെ വിളിക്കും, അല്ലെങ്കിൽ ഒരാളെ നിൽക്കുന്നെങ്കിൽ അടുത്ത ഞായറാഴ്ച, അങ്ങനെ ഞായറാഴ്ചയായിട്ട്. കാരണം നമ്മളല്ലാതെ ജയിക്കുന്നില്ലേ, കോൺട്രാക്റ്റായിട്ട് ജയിക്കുന്നില്ല, നമ്മൾ ലേബർ കൊടുത്ത് നമ്മൾ ജയിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരാൾ ഒരു വീട്ടിൽ ചുമ്മാതിരിക്കാൻ പാടില്ല. എങ്ങനെയും എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ നോക്കണം. പെയിൻറ്റിങ് ആ ബാലൻസ് വീട്ടിൽ കിടക്കുന്നെങ്കിൽ, എൻ്റെ ഇത് തേച്ചിട്ടില്ല. അപ്പോൾ ഒരു വീട്ടിലൊരു പണി കിടക്കുന്നു, ഒരു കല്ലുകെട്ട് കിടക്കും, അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് കിടക്കുന്നു, ആ വീട്ടിലെ ആ വ്യക്തി വെൽഡിങ് ഇല്ലെന്ന് തോന്നുന്നെങ്കിൽ അന്നേരം ആ ഒരു പണി ചെയ്യുക, എന്തൊരു പണി. അതുകൊണ്ട് ഇപ്പം ബിജിൻ കൊണ്ട് വരുന്നു. ബിജിനിപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പണിയില്ലാഞ്ഞുകൊണ്ട് ബിജിന് പോയി മീൻകുളം വൃത്തിയാക്കുകയും പല പരിപാടിയാണ് അവിടെ. അവർ നാളെ ഞങ്ങൾക്ക് പണി തുടങ്ങി, നാളെ പിന്നെ ഞങ്ങൾക്ക് പണി കിട്ടത്തില്ല. ഞങ്ങൾ നമ്മുടെ വീട്ടിലെ പണികൾ പെൻഡിങ്ങിലായിരുന്നു. ഓരോ പണികളും നമ്മളെ കൊണ്ട് കഴിയുന്ന അന്നത്തെ ദിവസം നമ്മൾ ചെയ്ത് തീർക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പം സ്ട്രെച്ചറൊക്കെ ചെയ്ത് കഴിഞ്ഞ് കാണിക്കാം. പിന്നെ തേച്ച് കഴിഞ്ഞ് സ്ട്രെച്ചർ ചെയ്തുള്ളൂ. പോളികാർബൺ അടിക്കുന്നത് ഒരു പുതിയ മോഡൽ, അതെൻ്റെ മനസ്സിൽ തോന്നിയ ഐഡിയ. മുക്കാലാണ് നമ്മുടെ സ്ട്രെച്ചർ മൊത്തവും ഉത്തരവും തൂണും നമ്മുടെ ഓടിക്കുന്നത്, ഫ്ലാറ്റ് ഓടിക്കുന്നത്. നമ്മുടെ പോളികാർബൺ ഡബിൾ അടിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതേ ഉള്ളൂ. 1.5 വീതി വരാൻ വേണ്ടി, ബാക്കിയെല്ലാം 3/4. ഓക്കെ, അപ്പം വീഡിയോ നമുക്ക് പിന്നെ കാണാം. കൂട്ടുകാരെ, അപ്പോൾ പറഞ്ഞത് ഞാനിപ്പോൾ ഒരു ദിവസം പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുമെന്നെങ്കിൽ വല്ലതും പോയെങ്കിൽ എൻ്റെ ഭാര്യ പറയും, അച്ഛാ വെയിൽ താട്ടെന്ന് പറയും. അപ്പോൾ ആ വെയിൽ തല്ലി നമ്മൾ പോയി സ്ട്രെച്ചർ ചെയ്യുന്നത്. ചിലപ്പം പള്ളിയുടെ പണിയൊക്കെ ചെയ്ത വീഡിയോ ഉണ്ട്. നമ്മുടെ കേരളത്തിലെ 2ാമത്തെ പള്ളി 150 അടി ഹൈറ്റാണ്. അതിൻ്റെ മണ്ടയ്ക്ക് സ്റ്റെയർ ചെയ്യാൻ പോയത്. ഞാൻ പറഞ്ഞത് ഏത് പണിക്ക് പോയാലും നമ്മൾ വെയിലത്താണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ മാത്രം എല്ലാവരും പറയും, അമ്മയും അപ്പനും പറയും, ഭയങ്കര വെയിലാണ്, വെയിലത്ത് ഇറങ്ങണ്ട. വെയിൽ കഴിയുമ്പം 5:30 കഴിയും. 5:30 കഴിഞ്ഞ് പിന്നെ ഭയങ്കര പണി നടക്കും. നമ്മൾ ഈ പണി വെയിലത്ത് ചെയ്യുക, നമ്മൾ ഇന്ന് വെയിൽ കൊള്ളുക, അപ്പോൾ പണി ചെയ്യുക. ഓക്കെ.